കറിവേപ്പിലയും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു പിടുത്തൊക്കെ കൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ മോര് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കറി ഇതുപോലെ ഒന്ന് വെച്ച് നോക്കി കഴിച്ച് നോക്കൂട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ഷെയർ സപ്പോർട്ടും കൂടി ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ ലൈക്കും കൂടി ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ ബൈ ബൈ. ഹായ് ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പോൾ നമ്മളെ ഇന്നൊരു കറി വെക്കാൻ പോവുകയാണ് കേട്ടോ, ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പപ്പായ വെച്ചിട്ടൊരു കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. എല്ലാവരുടെ സപ്പോർട്ട് ഇനിയും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയോടെയാണ് ഇനി വീഡിയോകൾ ഇടുന്നത്. അപ്പോൾ നമുക്കിനി പപ്പായ പറിച്ചിട്ട് കറി വയ്ക്കാൻ പോവാം കേട്ടോ. പോവാം. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മളിന്ന് ചെയ്യാൻ പോണതേ നമ്മൾ പപ്പായ വെച്ചിട്ടൊരു മോര് കൂട്ടാനാണ്. പപ്പായ തള്ളിയിടുന്നതിനായിട്ട് ആദ്യം, പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നുണ്ട് കുറേ പേര്, ലൈക്ക് ചെയ്യുന്നില്ല കേട്ടോ. ഒരു ലൈക്കല്ലേ ചോദിച്ചുള്ളൂ, ചോദിച്ചിട്ടല്ലേ തന്നൂടെ. അപ്പോൾ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് ഏത് കിട്ടും നോക്കട്ടെ. ആദ്യം പൊക്കത്തായതുകൊണ്ടേ ഒന്ന് വീടും എങ്ങോട്ട് വീഴുന്നൊന്നും അറിയില്ല കേട്ടോ. അയ്യോ വീഴുന്നില്ല. നമ്മുടെ ആവശ്യത്തിന് നമുക്കൊരു പപ്പായ കിട്ടിയിട്ടുണ്ട്. ഈ ബാക്കിയുള്ളത് പഴുക്കട്ടയിലെ പൂസേ ഇത് നമുക്ക് കറി വയ്ക്കാം കേട്ടോ. പപ്പായ കൊണ്ട് തോരൻ വയ്ക്കാം, മോരുകറി വയ്ക്കാം. മോരുകറി ഞാൻ വയ്ക്കുന്നത് എങ്ങനെയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് മുറിച്ചെടുക്കാം. നമ്മൾ കുമ്പളങ്ങിയൊക്കെ മോര് കൂട്ടാൻ വയ്ക്കുമല്ലോ, അതേപോലെ തന്നെ കേട്ടോ പപ്പായ വെച്ചിട്ട് മോരുകറി വയ്ക്കുന്നത്. നമ്മൾ നമ്മുടെ പപ്പായൊക്കെ നുറുക്കി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇടാൻ വേണ്ടിയിട്ട് നല്ല രുചിയുള്ളൊരു കറിയാണ് കേട്ടോ, നാടൻ കറി ആയതുകൊണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൊട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് കീറിയിട്ട് കേട്ടോ, 2 or 3 എരിവിന് ആവശ്യത്തിന് പച്ചമുളകും കൂടി കീറിയിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാം. ഇത് വെന്ത് വരുമ്പോഴേക്കേ നമുക്ക് തേങ്ങയൊക്കെ ചിരകി അരച്ചെടുക്കാം. തേങ്ങ പൊടിച്ചിട്ട് കേട്ടോ. വെള്ളം വേണോ അതിൻ്റെ? കുറച്ചെടുത്തോളൂ. അതിൽ കുറേ ഒന്നും ഉണ്ടാവില്ലേ, കുറച്ചെടുത്തേ ഉള്ളൂ. പാത്രം എടുത്തിട്ട് വരാം കേട്ടോ. വെള്ളം മൊത്തം വീട്ടെ വന്നിട്ട് അയ്യോ. നമുക്ക് ഈ തേങ്ങ വെള്ളം കുടിക്കട്ടോ.
നമ്മുടെ കഷ്ണമൊക്കെ വെന്ത് നോക്കട്ടെ. കഷ്ണം വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിടയ്ക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ അരച്ചതൊക്കെ ഒഴിച്ചിട്ട് അപ്പോൾ നന്നായി വെന്ത് പൊഴുത് വന്നിട്ട് വേണം നമുക്ക് നമ്മുടെ മോര് ഒഴിച്ചു കൊടുക്കാം. ഇത് തിളച്ച് വെന്ത ശേഷം നമ്മൾ മോര് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്താ നമ്മൾ തേങ്ങയൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് നേരമായി തിളച്ചിട്ട് ഇനി നമുക്കിതിൽ മോര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മോര് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഉപ്പുണ്ട് നോക്കട്ടെ. ഉപ്പ് നല്ല കുറവുണ്ട്. ഇനി മോര് കൂടി ഒഴിച്ചു കൊടുക്കുന്ന ഉപ്പ് തീരെ കാണില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യം ഇട്ടു, അത് നമുക്ക് പോരാ കേട്ടോ. മോര് കൂടി കറി കൂടി ആകുമ്പോൾ ഉപ്പ് തീരെ കാണില്ല. നമുക്കതിലേക്ക് എന്താ ഒരു ഗ്ലാസ് മോരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് വെച്ച് കൊടുക്കാം. എന്നും സാമ്പാറും മീൻകറി, മീൻ വറുത്തതും ചിക്കൻ കറിയൊക്കെ കൂട്ടുമ്പോൾ ഇടയ്ക്ക് ഇതേപോലെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന പപ്പായയും കൊണ്ടൊക്കെ ഒരു കറി ഉണ്ടാക്കിയാൽ ഗുണവും കൂടും, ടേസ്റ്റുമാണ് കഴിക്കുക അല്ലേ. എന്നിട്ടുണ്ട് മോരൊക്കെ ഒഴിച്ച് തിളച്ച് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കടുക് വറുക്കണം. ഓക്കെ, കടുക് വറുക്കാൻ വേണ്ടിയിട്ടേ എന്താ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് അപ്പം ഉണ്ടാക്കുന്ന ചട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇതിൽ മണ്ണിൻ്റെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഇതിൽ അപ്പം ഉണ്ടാക്കാൻ പറ്റണേയില്ല. മണ്ണിൻ്റെ കണ്ടപ്പോൾ വാങ്ങിച്ചതാണേ. കടുക് പൊട്ടി ചട്ടി ചൂടാവട്ടെ. എണ്ണയൊക്കെ എടുത്തിട്ട് വരട്ടെ കേട്ടോ. ആയി വരുന്നുണ്ട്. തീരിപ്പോൾ കത്താൻ ചെറിയൊരു മടി. 2 ഓല ഇട്ട് കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരട്ടെ. മൺചട്ടി ആയതുകൊണ്ട് കടുക് പെട്ടെന്നൊന്നും പൊട്ടില്ല. ചൂടായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ഉലുവ. നമ്മൾ മോര് കറിയിൽ കുറച്ച് ഉലുവയും കൂടി പൊട്ടിച്ചിട്ടു കേട്ടോ. നല്ല മണമാണ്. സാമ്പാറിലൊക്കെ നമ്മൾ ഇടുമല്ലോ, അതേപോലെ ഉലുവ പൊടിച്ചിടല്ല, കടുകിൻ്റെ കൂടെ നമ്മളൊന്ന് പൊട്ടിച്ചിട്ടു കേട്ടോ. പിന്നെ ഇതാ ചെറിയ ഉള്ളിയാണ് കേട്ടോ. പിന്നെ തേങ്ങ അരക്കണതിൽ നമ്മൾ ജീരകവും ചെറിയ ഉള്ളി അരച്ച് ചേർത്തിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടി ചെറിയ ഉള്ളി വെളുത്തുള്ളി അരച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങയിൽ വെളുത്തുള്ളി, ചുവന്നുള്ളി, ജീരകം കൂടി അരച്ച് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ചുവന്നുള്ളി മൂത്ത് വരട്ടെ. ചൂടായിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ചുവന്നുള്ളി മൂത്ത് വരുമ്പോൾ നമുക്കിത് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് നീളത്തിൽ പൊട്ടിച്ചെടുത്താണ് കേട്ടോ. മുളക് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു പിടുത്തൊക്കെ കൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ മോര് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കറി ഇതുപോലെ ഒന്ന് വെച്ച് നോക്കി കഴിച്ച് നോക്കൂട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക്, ഷെയർ, സപ്പോർട്ടും കൂടി ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ ലൈക്കും കൂടി ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ, ബൈ ബൈ.